സ്നേഹം പങ്കുവെച്ച് പരസ്പരം ഒന്നു ചേർന്ന് ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുവാനുള്ള അവിടുത്തെ ക്ഷണം സ്വീകരിച്ച് ലാലവും നിമിഷയും ഇപ്പോൾ വിവാഹ വാഗ്ദാനം നടത്തുവാൻ പോവുകയാണ്. സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ ആദ്യ കുടുംബത്തിൻ്റെ ചിത്രവും ചരിത്രവും ഇപ്പോൾ ഇവരിൽ ഉയരുന്നുണ്ടാകാം. ഇവരുടെ ആശകളും പ്രത്യാശകളും സഫലീകരിക്കപ്പെടുന്നതിനും ഈ വിവാഹ വാഗ്ദാനം അഭംഗുരം പാലിക്കപ്പെടുന്നതിനും വേണ്ടി ഈ മംഗളകർമ്മം മാർത്തോമായെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. മാർത്തോമൻ നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരണമേ ഇന്ന് ഉത്തമനായ മിശിഹാ തിരുവുള്ളം ഉണ്മയെഴുന്നൾക വേണം. കാരണമായവരെല്ലാരും കൂടിയിട്ട് നന്മ വരുത്തി തരണം. ആലാഹനായനോ മൻപൻ മിശിഹായും കൂടെ തുണയ്ക്കായിവർക്ക്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എൻ്റെ സഹോദരരെ, തോബിത്തിന്റെ പുസ്തകത്തിലുള്ള വായന ഗുരുവാസ്വദിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. എല്ലാത്തരം അധാർമികതയിൽ നിന്ന് നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവീകരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യജനതകളിൽ നിന്നും വിവാഹം ചെയ്യരുത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ, അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാവരും തങ്ങളുടെ ചാർച്ചക്കാരുടെ ഇടയിൽ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തെന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി അവരുടെ പിൻതലമുറ ദേശം അവകാശമാക്കും. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിൻ്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുത്തും. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിൻ്റെ മാതാവ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15, 9 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ഞാൻ അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങളും എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും
നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും വേണ്ടിയാണ്. ഇതാകുന്നു എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഏറ്റവും പ്രിയപ്പെട്ട ലാലു, നിമിഷ, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, സഹോദരീ സഹോദരങ്ങൾ, ഇന്ന് നമ്മുടെ എല്ലാം ഏറ്റവും പ്രിയപ്പെട്ട ലാലു, നിമിഷയും നമ്മയെല്ലാം സാക്ഷിയാക്കി, ദൈവത്തെ സാക്ഷിയാക്കി, സഭയെ സാക്ഷിയാക്കി നിശ്ചിത ദിവസം വിവാഹം ചെയ്തു കൊള്ളാമെന്ന്, പരിപാവനമായ കൂദാശ സ്വീകരിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്യുകയാണ്. ഇവരുടെ വിവാഹം നിശ്ചിത സമയത്ത് നടന്ന് ഇവരുടെ കുടുംബജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഐശ്വര്യവും കളിയാടുവാൻ വേണ്ടി നമുക്ക് ഇവരെ സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇവരെ വളർത്തി വലുതാക്കിയ ഇവരുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് നന്ദിയോടെ ഓർക്കാം. അവർക്ക് എല്ലാവിധ അനുമോദനങ്ങൾ ഞാൻ പ്രത്യേകമായിട്ട് അറിയിക്കട്ടെ. ഇന്നു മുതൽ മകരമാസം വരെ അല്ല എന്നുള്ള സത്യം നിങ്ങൾ രണ്ടുപേരും ഓർമ്മിക്കണം. ഇന്നു മുതൽ മരണം വരെ സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ഒന്നിച്ച് ജീവിച്ചാൽ മാത്രം പോരാ, മറിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെ ശരിയായ ക്രിസ്തീയ വിശ്വാസത്തിൽ വളർത്തി അവർക്ക് ശരിയായ ജീവിത മാതൃക കാണിച്ചു കൊടുത്ത് അവരെയൊക്കെ നല്ല വിശ്വാസത്തിൽ വളർത്തി അവരെയൊക്കെ ജീവിതത്തിന്റെ നല്ല അവസ്ഥയിൽ എത്തിക്കുവാനുള്ള ഒരു കടമ, ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിരിക്കും. അതുകൊണ്ട് ആ ഉത്തരവാദിത്വം ശരിയായിട്ട് ഏറ്റെടുത്ത് നിർവഹിക്കുവാനുള്ള എല്ലാവിധ കൃപാവരങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഇനിയുള്ള ഈ ഒരാഴ്ച അതിന് ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒരുങ്ങി അങ്ങനെ നല്ലൊരു മാതൃകാപരമായ ക്രൈസ്തവ കുടുംബം നയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും ഭാവുകങ്ങളും ഞങ്ങൾ ആശംസിക്കുന്നു, പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മിശിഹ നിങ്ങളുടെ കുടുംബജീവിതത്തെ സമൃദ്ധമായിട്ട് ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും സന്തോഷത്തിലും ഭക്തിയോടും കൂടെ വിവാഹ വാഗ്ദാനത്തിനായി ഒരുങ്ങി നിൽക്കുന്ന ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. വിവാഹ വാഗ്ദാനം ചെയ്യുന്ന ഈ ദാസരെ ആശീർവദിക്കുകയും ഇവർ ചെയ്യുന്ന വാഗ്ദാനം അനുസരിച്ച് വിവാഹത്തിലാകുവാനുള്ള കൃപ ഇവർക്ക് നൽകുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. എല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനം ചെയ്യുവാനായി തിരുമുമ്പിൽ അണഞ്ഞിരിക്കുന്ന അങ്ങയുടെ ഈ ദാസരുടെ മേൽ കരുണയുണ്ടാകണമേ. ഇവരുടെ വാഗ്ദാനം പൂർത്തിയാക്കുവാനും അങ്ങേക്ക് പ്രീതികരമായ ജീവിതം നയിക്കുവാനും വേണ്ട അനുഗ്രഹം ഇവർക്ക് നൽകണമേ. ഇവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും സ്നേഹത്തിലും ഐക്യത്തിലും കാത്തു സംരക്ഷിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ശരിയായ അറിവോടും പൂർണ്ണമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മാത്രമേ വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെടുവാൻ പാടുള്ളൂവെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. നിങ്ങളുടെ ഈ വിവാഹ നിശ്ചയം പരസ്യമായി പ്രഖ്യാപിക്കുവാനുള്ള അവസരം തിരുസഭ നിങ്ങൾക്ക് ഇപ്പോൾ നൽകുകയാണ്. ലാലു, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ നിമിഷയെ നിന്റെ ഭാര്യയായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നു. നിമിഷ, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് വിവാഹമെന്ന കൂദാശയിലൂടെ ലാലുവിനെ നിന്റെ ഭർത്താവായി സ്വീകരിച്ചു കൊള്ളാമെന്ന് നീ വാഗ്ദാനം ചെയ്യുന്നുവോ? നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. വിവാഹ വാഗ്ദാനം നടത്തിയ നിങ്ങളെ മിശിഹ അനുഗ്രഹിച്ച് ആശീർവദിക്കുകയും ഈ വിവാഹ വാഗ്ദാനം നിറവേറ്റുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യട്ടെ. ഉടമ്പടികൾ ചെയ്യുന്നവനും അവയെ വിശ്വസ്തയോടെ പാലിക്കുവാൻ സഹായിക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദാസർ ചെയ്യുന്ന ഈ ഉടമ്പടിയെ നീ സ്ഥിരീകരിക്കണമേ. ഇപ്പോൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനം പൂർത്തിയാക്കുവാൻ നിന്റെ ദാസരായ ലാലുവിനെയും നിമിഷയെയും അവരുടെ കാരണവന്മാരായ ഇവരെയും കുടുംബാംഗങ്ങളെയും നീ അനുഗ്രഹിക്കണമേ.
സഭയെ നിർമ്മലവധുവായി സ്വീകരിച്ച കർത്താവായ മിശിഹായെ വിവാഹ വാഗ്ദാനം ചെയ്ത ഈ ദാസരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യക മറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നാഥനായ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെയും പ്രാർത്ഥന ഇവരുടെ വാഗ്ദാനത്തെ സഫലമാക്കട്ടെ. സകല വിശുദ്ധരുടെയും വിശിഷ്യ ഞങ്ങളുടെ സഭയിലെ വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും മാധ്യസ്ഥം ഇവർക്ക് സംരക്ഷണവും സഹായകവുമായിരിക്കട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ദൈവത്തിന്റെ പരിപാലനയിൽ നിങ്ങൾ ചെയ്ത ഈ വിവാഹ വാഗ്ദാനത്തെ അവിടുന്ന് തന്റെ വചനത്താൽ ശക്തിപ്പെടുത്തുകയും സ്നേഹത്തിന്റെ കൽപ്പനയാൽ സുസ്ഥിരമാക്കുകയും കരുണയാൽ പൂർത്തിയാക്കുകയും ചെയ്യട്ടെ. അബ്രാഹത്തെയും സാറയെയും ഇസഹാക്കിനെയും റബേക്കയെയും യാക്കോബിനെയും റാഹേലിനെയും സംയോജിപ്പിച്ച ദൈവം നിങ്ങളുടെ വാഗ്ദാനത്തെ വിശ്വാസത്തിലും സത്യത്തിലും സ്നേഹത്തിലും മനസ്സിന്റെ ഐക്യത്തിലും മുദ്രിതമാക്കട്ടെ. തീക്ഷ്ണമായ പ്രാർത്ഥനയോടും ആത്മീയമായ ഒരുക്കത്തോടും കൂടെ വിവാഹം എന്ന കുദാശക്കായി അണയുവാൻ ദൈവം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. നിങ്ങളെയും നിങ്ങളുടെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കന്മാരെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. जो तेरे संग लागी प्रीत मुहे रो बार बार तेरा नाम ले कि रब से है मांगी यही दुआ तू हाथों की लकीर थाम ले। चुप है बातें दिल कैसे बयां मैं करूं, तू ही कह दे वो जो बात मैं कह न सकूं कि संग तेरे पानियों सा बहता रहूं। तू सुनती रहे मैं कहानियां सी कहता रहूं।
പാട്ടു വേണം കുഴൽ വേണം കുരവ വേണം It's been 10 years, but I spend each day thinking, what if I hadn't gone? What if I stayed? But when so many things are calling me away, I'll sing it fills my heart like no other song can. It's the start of the race, the boats leave the land. Take me back to the waters of my homeland. We'll sing Corinthians chapter 13 verses 13. And now these remain: faith, hope and love, but the greatest of these is love. A very, very warm good evening to one and all. ഇന്നത്തെ ഈ മനോഹരമായ ദിവസത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ലാലുവിനും നിമിഷയ്ക്കും ആശംസകൾ അറിയിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന ഏവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. സോ ഇനിയിപ്പം നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് ആണ് വെൽക്കമിങ് അവർ ബ്യൂട്ടിഫുൾ ബ്രൈഡ് നിമിഷ ആൻഡ് അവർ ഹാൻഡ്സം ഗ്രൂം ലാലു. സോ ഇറ്റ്സ് ടൈം ടു വെൽക്കം നിമിഷ ആൻഡ് ലാലു. സോ guys, can you please put a round of applause to welcome our beautiful bride Nimisha and Lalu to the stage. Nimisha and Lalu, please come to the stage. അത്തം ചുറ്റി വീട് പിന്നെ വരുന്നേ തപ്പം തട്ടി പാടാൻ വാതി അരികെ മംഗല്യത്തിൻ നാൾ കുറിക്കും ദിനമായി ചിന്താമര പൂവായി പിന്നെ വരവാ കണ്ണിനു കണ്ണിൻ മണിയാ തിങ്കള തോൽക്കും കാനിയാണ് ഞങ്ങളുടെ മുന്നിൻ കൂടമാ നിങ്ങളുടെ കയ്യിൽ തരുവാണ് പീഡഞ്ഞോ ഉള്ളിലെ മോഹം പറയാനോ കനവിൽ ചൊല്ലിയതെല്ലാം കളിയാണോ കണ്ണിന് കണ്ണിൻ മഴിയാ തിങ്കൾ തോൽക്കും കനിയാണേ നെഞ്ചു ചേർക്കും നിധിയാ നിങ്ങളുടെ കയ്യിൽ തരുവാണേ ഞങ്ങളുടെ പൊന്നിൻ കൂടമാ നിങ്ങളുടെ കയ്യിൽ തരുവാണ്
വാവ്, എന്തൊരു അടിപൊളി എൻട്രി ആയിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹാളിൻ്റെ ആ ഒരു മൂഡ് തന്നെ മാറ്റിക്കളഞ്ഞു. അത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നു. വണ്ടർഫുൾ എൻട്രി. യാ, ഒബ്വിയസ്ലി രണ്ടുപേരും ദ പെർഫെക്റ്റ് കപ്പിൾ ടുനൈറ്റ്, റൈറ്റ്? സോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ ബെട്രോത്തൽ ഫംഗ്ഷൻ്റെ ബാക്കി പരിപാടികളിലോട്ട് തുടങ്ങാം. സോ അതിന് ആദ്യമായി തന്നെ നിമിഷയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ മിസ്സസ് മേരി പോത്തിനെ സ്റ്റേജിനോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. Now, kindly inviting Lalu's grandmother, Mrs. Mary Markeel, to the dais. Now, we welcome Nimisha's paternal grandfather, Mr. Kuryachan, and maternal grandmother, Mrs. Mary Abraham, to the dais as well. അടുത്തതായി നമുക്ക് ലാലുവിൻ്റെയും നിമിഷയുടെയും പേരൻസിനെ ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്റ്റേജിലോട്ട് സ്വാഗതം ചെയ്യാം. Last but not the least, let's invite the only sibling of both the families. It is none other than the most gorgeous Miss Marina Stephen, Lalu's only sister, to the stage. ഏതൊരു മംഗളകാര്യം ആരംഭിക്കുന്നതിന് മുമ്പും പ്രാർത്ഥന അനിവാര്യമാണ്. അതിനായി ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ പ്രീസ്റ്റ് പ്രസൻറ്റ് ഹിയർ, ലെറ്റ് മീ ഇൻവൈറ്റ് Very Reverend Father Saji Malayil Puthanpurayil, the Vice General of Great Britain Diocese and Nimisha's parish priest, to the stage for the prayers. Saji Achan has been an important role in Nimisha's life. Right from her school and college days, she always used to seek Saji Achan's blessing. So we welcome Saji Achan. ഈ മംഗളകർമ്മം നമുക്ക് ആരംഭിക്കുന്നതിന് മുൻപ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ലാലുവിനോടും നിമിഷയോടും അവരുടെ പ്രിയപ്പെട്ട ഗ്രാൻഡ് പേരൻസ് ആൻഡ് സിസ്റ്റർ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ലവനായ ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഓരോരുത്തരെയും ഒന്നു ചേർന്ന് സമർപ്പിക്കുമ്പോൾ ഏറ്റവും അധികമായി ഞങ്ങൾക്ക് വരദാനമായി നൽകിയ നിമിഷയെയും ലാലുവിനെയും നിൻ്റെ സ്നേഹമസൃണമായ പരിപാലനയ്ക്കും അനുഗ്രഹത്തിനുമായി സമർപ്പിക്കുന്നു. നസ്രത്തിലെ പരിശുദ്ധ അമ്മയോടും യേശുപിതാവിനോടും ചേർന്ന് നിമിഷയുടെ അതുപോലെ തന്നെ ലാലുവിൻ്റെയും വിശുദ്ധരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രത്യേകമായിട്ട് എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ഇന്നേ ദിവസത്തെ എല്ലാ പ്രോഗ്രാമിനും ഈ ആഘോഷത്തിനും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ മേലും സമൃദ്ധമായി നിറയട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Thank you, Sajiacha, for all your prayers and loving blessings. നമ്മുടെ ജ്ഞാനായ വിവാഹങ്ങളെ ഏറ്റവും മനോഹരവും വ്യത്യസ്തവുമാക്കുന്നത് നമ്മുടെ ചടങ്ങുകളും ആചാരങ്ങളുമാണ്. So it's time to pass on the mic to the most energetic ജ്ഞാനായ singer, Mr. Sijan Olasha. Thank you.
ഒത്തുകല്യാണത്തിൻ്റെതായ പ്രാരംഭ ഘട്ടച്ചടങ്ങുകൾ ഇപ്പോൾ വേദിയിൽ നടത്തപ്പെടുകയാണ്. ആദ്യമായി വധൂവരന്മാരും അവരുടെ മാതാപിതാക്കളും ചേർന്ന് ഇപ്പോൾ ദീപം തെളിയുകയാണ്. ഏറെ സ്നേഹപൂർവ്വം വേദിയിലുള്ള എല്ലാവരെയും നിലവിളക്കിനടുത്തേക്ക് ക്ഷണിക്കുന്നു. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നരുളി ചെയ്ത ഈശോ മിശിഹായുടെ സാന്നിധ്യത്തെ, പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തെ ഈ ദിവസത്തിലേക്ക്, ഇന്നത്തെ ചടങ്ങുകളിലേക്ക് ഏറെ പ്രാർത്ഥനാപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് വധൂവരന്മാർ ആദ്യത്തെ തിരി തെളിക്കുകയാണ്. ബഹുമാനപ്പെട്ട സജിയച്ചൻ അവർക്ക് തിരി കൈമാറുന്നു. ഈ ദിവസത്തിൻ്റെ സന്തോഷത്തിൻ്റെതായ മധുരം പങ്കുവെക്കുന്നതിനായിട്ട് വധൂവരന്മാർ ചേർന്ന് കേക്ക് മുറിച്ച് പരസ്പരം മധുരം പങ്കുവെക്കുന്നു. Congratulations and celebrations when I tell everyone that you're in love with me. Congratulations and jubilations. I want the world to know I'm happy as can be. Who would believe that I could be happy and contented? I used to think that happiness hadn't been invented, but that was in the bad old days. പ്രിയമുള്ളവരെ, അടുത്തതായി ക്നാനായ സമുദായത്തിൻ്റെ തനതായ പാരമ്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒത്തുകല്യാണത്തിൻ്റെതായ പ്രാരംഭ ഘട്ടച്ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഒത്തുകല്യാണത്തിൻ്റെ ഈ വിരുന്നിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നാം ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ട് അമ്മാച്ചന്മാർ കൈകൾ കഴിപ്പിക്കുന്ന ചടങ്ങ്, അതിനുശേഷം സദ്യയിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഭാഗമായി കോഴിത്തുട നുള്ളിക്കൊടുക്കുന്ന ചടങ്ങ്, ഈ രണ്ട് ചടങ്ങുകളിലേക്കുമായി വധൂവരന്മാരുടെ അമ്മാച്ചന്മാരെ മണർകൂടത്തിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ലാലുവിൻ്റെ ഒരേ ഒരു അമ്മാച്ചൻ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ നമ്മുടെ പ്രിയപ്പെട്ട എബി ചെറളലിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ നിമിഷയുടെ അമ്മാച്ചൻ സ്ഥാനത്തുള്ള സെൽബിൻ മാത്യു എന്നിവരെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
ജ്ഞാനായ സമുദായത്തിൻ്റെ തനതായ പാരമ്പര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വിവാഹത്തിലേന്ന് വധുവിൻ്റെ ഗൃഹത്തിൽ നടക്കേണ്ട മൈലാഞ്ചിയിടയിൽ ചടങ്ങ് ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. ചടങ്ങ് വീക്ഷിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹപൂർവ്വം ഈ ഹോളിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുള്ള സീറ്റുകളിലേക്ക് ക്ഷണിക്കുന്നു. ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുമ്പായി പെണ്ണിനെ ഇരുത്തുന്നതിനായി ആദ്യമേ തന്നെ മണർക്കോലം സജ്ജീകരിക്കുന്നു. ആദ്യമായി അവകാശികൾ ചേർന്ന് മണർക്കോലത്തിൽ പായ വിരിക്കുന്നു. പായ വിരിക്കുന്നതിനുള്ള അവകാശികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ലെന, ഹെലൻ എന്നിവരെ വേദിയിലേക്ക് പായ വിരിക്കുന്നതിനായിട്ട് ക്ഷണിക്കുന്നു. ലെന, ഹെലൻ എന്നിവർ ചേർന്ന് മണർക്കോലത്തിൽ ശേഷം പായയ്ക്ക് മുകളിൽ പീഠം സജ്ജീകരിക്കുന്നു. പീഠം വയ്ക്കുന്നതിനായി മനീഷ, ഷാലു എന്നിവരെ ക്ഷണിക്കുന്നു. പീഠത്തിന് മുകളിൽ വെള്ള വിരിക്കുന്നു. വെള്ള വിരിക്കുന്നതിനായി ലെന, ഹെലൻ എന്നിവരെ ക്ഷണിക്കുന്നു. ശേഷം പെണ്ണിനെ ഇടിവിക്കുന്നതിനായി അരച്ച് തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈലാഞ്ചി മണർക്കോലത്തിൽ സജ്ജീകരിക്കുന്നു. മൈലാഞ്ചി കൊണ്ടുവരുന്നതിനായി മനീഷയെ ക്ഷണിക്കുന്നു. കത്തിച്ച കോൽ വിളക്ക് മണർക്കോലത്തിൽ സജ്ജീകരിക്കുന്നതിനായി ലെനയെ ക്ഷണിക്കുന്നു. ശേഷം മൈലാഞ്ചി ഇടിവിക്കുന്നതിനായി പെണ്ണിനെ അവകാശികൾ കൈപിടിച്ച് മണർക്കോലത്തിലേക്ക് കൊണ്ടുവന്ന് പീഠത്തിന്മേൽ പിടിച്ചിരുത്തുന്നു. പെണ്ണിനെ അവകാശികൾ കൈപിടിച്ച് മണർക്കോലത്തിലേക്ക് കൊണ്ടുവന്ന് പീഠത്തിന്മേൽ പിടിച്ചിരുത്തുകയാണ്. പെണ്ണിനെ മൈലാഞ്ചി ഇടിവെക്കുന്നതിനുള്ള അവകാശികളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ആൻറ്റിമാരായ ജിൻസി, ലിസി, അഞ്ജു, ശില്പ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നന്നായി വരേണമേ ഇന്ന് തുടങ്ങുന്നു നന്നായി വരണമേ ൂരം
ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ സാദൃശ്യത്തിലും ഛായയിലും അങ്ങ് മനുഷ്യനെ സൃഷ്ടിച്ചുവല്ലോ. പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ലാത്തത് കൊണ്ട് അവന് ഇണയും തുണയുമായി ദൈവമേ സ്ത്രീയെ അങ്ങ് മെനഞ്ഞെടുത്തു. പാപം ചെയ്ത് വിരൂപമാക്കിയ മനുഷ്യത്വത്തെ കർത്താവിശ്വസിക സുരക്തത്താൽ കഴുകി വിശദീകരിച്ചു. നിർമ്മലവും പരിശുദ്ധവുമായ സഭയെ കൃപ കൊണ്ട് അലങ്കരിച്ച് മണവാട്ടിയാക്കിയ മിശിഹായെ, ഞങ്ങളുടെ പ്രിയ മകളുടെ വിവാഹവേളയിൽ അങ്ങയുടെ മകളെ വിശദീകരിച്ച് ആശീർവദിച്ച് ആന്തരിക സൗന്ദര്യത്താൽ അലങ്കരിക്കണമേ. ഒരു നല്ല ഭാര്യയും നല്ല മാതാവുമാകുവാനുള്ള കഴിവും പക്വതയും നിന്റെ മകൾക്ക് പ്രദാനം ചെയ്യണമേ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് പൂർണ്ണമായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയെ പോലെ ഇവൾ സമർപ്പിതയായ കുടുംബിനിയായി തീരട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. നമുക്കിരിക്കാം. പ്രിയമുള്ളവരെ, അടുത്തതായി നടക്കേണ്ട ചടങ്ങ്, ഈ ദിവസത്തിന്റെ ഏറ്റവും പ്രത്യേകതയാർന്ന ചടങ്ങ് പെണ്ണിനെ മൈലാഞ്ചി ഇടിവിക്കുക എന്ന ചടങ്ങാണ്. മൈലാഞ്ചി ലേപനം എല്ലാ സമുദായത്തിലും പെട്ട സ്ത്രീകൾ സൗന്ദര്യ സമ്മർദ്ദകമായിട്ടാണ് കരുതി പോരുന്നത്. എന്നാൽ ജ്ഞാനായ തെക്കും ഭാഗ സമുദായത്തിന് ഇത് ഒരു മതാത്മക പ്രതീകമാണ്. ആദ്യ മാതാവായി ഹൗവ വിലക്കപ്പെട്ട കനി പറിക്കുന്നതിന് വേണ്ടി വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് നടന്നു. കരങ്ങൾ കൊണ്ട് കനി പറിക്കുകയും ചെയ്തു. തന്മൂലം ഹൗവയുടെ കൈകളും കാലുകളും പാപമയങ്ങളായി. ഈ പാപക്കറ പിന്നീട് വന്ന സ്ത്രീവർഗം മുഴുവന്റെയും കരചരണങ്ങളെ കളങ്കപ്പെടുത്തിയിരിക്കുന്നു. ഈ പാപക്കറ നീക്കുന്നതിനാണ് ജ്ഞാനായക്കാർ മൈലാഞ്ചി ലേപനം എന്ന മഹനീയമായ ചടങ്ങ് നടത്തുന്നത്. ഗായക സംഘം മൈലാഞ്ചി പാട്ടുകൾ ഇവിടെ ആലപിക്കുമ്പോൾ മൈലാഞ്ചി ഇടേണ്ട അവകാശികൾ തൽസ്ഥാനങ്ങളിൽ മൈലാഞ്ചി ലേപനം നടത്തുന്നു. പ്രിയമുള്ളവരെ, ഇഴവഴിക്ക് നിറമൊഴിഞ്ഞു തന്നെ നിറ മകന്ന പോലെ മൈലാഞ്ചി കടവിയോർക്ക് നിറപിഴച്ച അടയാളം.
ഈശോനായെന്നു തമ്പുരാനെ മാറാനാരുൾ ചെയ്തിലോകെ എന്നു നിറവേറി ഏറെ ഗുണങ്ങളെല്ലാം ഭൂമിമേലോരേ ഒരുമായൊരു തിരുമകന്റെ കരുതി പിടിച്ച കൽവിയിലടക്കം തേടി പുറത്തു തൂക തോതിഞ്ഞ് തുകലകമേ ചോര തീരും ഇന്നു മാംസനാവുക്കൾ ഊതികൾക്കു വാപ്പായി കൂടം തന്നു ഒതിയുന്നു മൈലാഞ്ചി അന്നാവനാണി ചോടിച്ചോരോ പിള്ളേരോടിച്ചു നടപ്പ മൈലാഞ്ചി നൂലാല് പിഴവന്ന കാലം മൈലാഞ്ചി ഇട്ടല്ലോ കൂട്ടുമാറുന്നു നീതി കൊടുത്ത പോലെ തീർന്നു പിള്ളേക്ക് നീതി കൊടുക്കണം നായക. മൈലാഞ്ചി ഇടിവെച്ചതിന് ശേഷം കൈകൾ കഴിവിക്കുന്നതിനായിട്ട് പെണ്ണിനെ അവകാശികൾ തിരികെ കൊണ്ടുപോവുകയാണ്. മൈലാഞ്ചി ഇടിവെച്ചതിന് ശേഷം കൈകൾ കഴിവിക്കുന്നതിനായിട്ട് ഇപ്പോൾ പെണ്ണിനെ അവകാശികൾ തിരികെ കൊണ്ടുപോകുന്നു. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേരി നെയ്യുള്ള പിടക്കണ മീനാനേ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേരി നെയ്യുള്ള പിടക്കണ മീനാനേ. പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടങ്കലക്കിന്റെ കച്ചോടം പെണ്ണിന്റെ പഞ്ചാര പുഞ്ചിരി കട്ടങ്കലക്കിന്റെ കച്ചോടം അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കൊട്ടയിലെ മീനായി അന്നത്തെ ചന്തല കച്ചോടം പെണ്ണിന്റെ കൊട്ടയിലെ മീനായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേരി നെയ്യുള്ള പിടക്കണ മീനാനേ. മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ടഞ്ചാറ് വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ചെമ്പല്ലി കരിമീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടേരി നെയ്യുള്ള പിടക്കണ മീനാനേ. പീഠം വെക്കുന്നതിനായി ഷാലുവിനെ ക്ഷണിക്കുന്നു. പീഠം കൊണ്ടുവരുന്നതിനായി ഷാലുവിനെ ക്ഷണിക്കുന്നു. പീഠത്തിന് മുകളിൽ വെള്ള വിരിക്കുന്നു. വെള്ള വിരിക്കുന്നതിനായി ലെന, ഹെലൻ എന്നിവരെ ക്ഷണിക്കുന്നു. ലെന, ഹെലൻ എന്നിവർ ചേർന്ന് പീഠത്തിന് മുകളിൽ വെള്ള വിരിക്കുന്നു. അതിനുശേഷം ഇച്ചപ്പാട് നൽകുന്നതിനാവശ്യമായ കിണ്ടിയും കോളാമ്പിയും വേദിയിൽ സജ്ജീകരിക്കുന്നു. ശേഷം ഇച്ചപ്പാട് നൽകുന്നതിനാവശ്യമായ വെൺപാൽ ചോറ് സജ്ജീകരിക്കുന്നു. വെൺപാൽ ചോറ് കൊണ്ടുവരുന്നതിനായി മനീഷയെ ക്ഷണിക്കുന്നു. മൈലാഞ്ചി ഇടിവിച്ച് കൈകൾ കഴിപ്പിച്ചതിന് ശേഷം മണവാട്ടിയാക്കിയ പെണ്ണിനെ അവകാശികൾ തിരികെ മണർക്കോലത്തിലേക്ക് ആനയിക്കുന്നു. അപ്പാപ്പൻ രണ്ടാം മുണ്ട് തലയിൽ കെട്ടിയതിന് ശേഷം 3 പ്രാവശ്യം സമാനുവാദം ചോദിക്കുന്നു. സമാനുവാദം വാങ്ങിയതിനു ശേഷം തലയിൽ കെട്ടോടുകൂടി തന്നെ ഈ കർമ്മം നിർവഹിക്കുന്നു. പെണ്ണിന് ഇച്ചപ്പാട് കൊടുക്കട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലേ അപ്പാപ്പൻ ചോദിച്ചത് കേട്ടില്ലേ. നിമിഷയ്ക്ക് ഇച്ചപ്പാട് കൊടുക്കട്ടെ. കേട്ടില്ല കേട്ടില്ല കേട്ടില്ലേ അപ്പാപ്പൻ ചോദിച്ചത് കേട്ടില്ലേ.
ഒച്ചപ്പാട് കൊടുക്കട്ടെ. കേട്ടല്ലോ 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 അപ്പാപ്പൻ ചോദിച്ചത് കേട്ടല്ലോ തീർന്നു മുതിർന്നു കാര്യം കൊണ്ടാരേ ആരാധനായനുടയ തമ്പൂരാനെ ആരം പഴ ചെറിയ മാറാന്റെ കൽപ്പനയ്ക്കു കത്തി ഇരിപ്പിടത്തു മാരാക മുക്കുവാചരിച്ചു ദൈവകണ്ണി കണ്ണി വഴി പറകിൽ ദൂരാ വാക്കുകേറ്റിളയോരും നാടന്നെ കണ്ടപ്പോഴേ മാതാമറിയത്തോടന്ന് ചോദ്യമുത്തരമൊന്ന് ഒന്നിനോടെ ഒന്ന് തരുകെ ആയാണ്ടി അരയാണ്ടി കാഴ്ചതല്ലോ ഉമ്മ കണ്ണി എന്നോട് ചൊല്ല് മാർഗമാണ് കണ്ണി മാറണഞ്ഞ ഉണ്ണി കാണുന്ന കണ്ണാടി പോലെ ഉണ്മയായി പ്രസവിച്ച പുട്ടുമാറിച്ചതല്ലോ അടയാളം അമ്മിനോടെ ബാബാനന്റെ മാനോ ഗുണമാതിനാല് ഇമ്പമോടെ വാസിച്ചിടും പുന്നത്തൂറയിൽ മെയ്യേ ഇമ്പമോടെ വാസിച്ചിടും പുന്നത്തൂറയിൽ കുമ്പിടുന്നു ഞങ്ങളിന്ന് അമ്പു ചെയ്യണമെന്നിട്ട് കുറ്റം പോറുത്താടിയാരെ രക്ഷ ചെയ്യണം നീയേ കുറ്റം പോറുത്താടിയാരെ രക്ഷ ചെയ്യണം ഞങ്ങളെ കൈവിട്ടു മാറാനേ ഇന്നു ഞങ്ങൾക്കൊരു പിന്തുണയില്ലല്ലോ ഞങ്ങളിരിപ്പീടത്താക്കണം എന്നുള്ള രക്ഷയെ കേട്ടോരു മാറാനും ആരാനീരാറീനു മുമ്പേ ഞാനെത്തിപ്പേൻ ഏഴില്ല 72 കൂടിയാരും തമ്പുരാനാരുളാലെ ഇമ്പാമം കല്ലറ പണ്ടി വെച്ചതിന്റെ ആദിമൂലമോടെ ഞാൻ ചൊല്ലാം നീയെ വെച്ചതിന്റെ ആദിമൂലമോടെ ഞാൻ ചൊല്ലാം എട്ടുനാട് കീർത്തി കേട്ട പാഴുപാച്ചൻ മൂലമായി കല്ലറയിൽ നിന്നൊരു പള്ളി വയ്പ്പാനായി നീയെ കല്ലറയിൽ നിന്നൊരു പള്ളി വയ്പ്പാനായി കലറയോടടുത്തുള്ള കാര രണ്ടും ഓരും വെട്ട് ഉന്മ സുഖമെന്ന പോലെ ഓരും പാടായി നീയെ ഉന്മ സുഖമെന്ന പോലെ ഓരും പാടായി ചോരത്തച്ഛൻ പറഞ്ഞ പോൽ യോഗമെല്ലാം ഓരും വെട്ട് പാഴുകാച്ചൻ പറഞ്ഞ പോൽ സമ്മതമായി നീയെ പാഴുകാച്ചൻ പറഞ്ഞ പോൽ സമ്മതമായി ആരിടമഴകിൽ പരിപാലിപ്പാൻ യേശു പിറന്നീരായിരവും അറുനൂറോടൊരു മൂപ്പത്തൊന്നും ചേർന്നൊരു ഉഴവൂരിൽ സകലേമാർക്കു കടിഞ്ഞൂൽ ഉത്തിരണിസ്തപ്പാനു സരുളാതെ മകനീയം ഗുണമേറും ഉന്നിൽ പള്ളിയമൊന്നിക സ്ഥാനേ ഒട്ടേറെ ദേശത്ത് വസിക്കും മധ്യഗണത്തിന് ഭൂനാശ കൊടുപ്പതിനെട്ടു പച്ചൻ വെച്ചൊരു പള്ളിയിലെ പള്ളിക്കുള്ള സ്ഥലം കണ്ടിടുവാനിട്ടു പച്ചനുറക്കത്തിൽ വെള്ളയുടുപ്പു ധരിച്ചൊരു സകല കാട്ടിയ സ്വപ്നവും ഓതിയിടാം മണ്ണ പിടിച്ചു മറഞ്ഞു കിടക്കും കുന്നിന്മേലൊരു പശു പറ്റൂ ഉള്ള കുളുക്ക പിള്ളയെ നക്കി കൊണ്ട് കിടക്കും
കാണാം ആസല ഓർക്കുക പള്ളിക്കുജിതം നാളെ കാണും നീയെന്ന് സ്വസ്ഥീകരിച്ചു മറഞ്ഞു സകതാവട്ടക്കാരുടനെ കണ്ടകിനാവ് രൂപിച്ചപ്പോൾ പ്രാർത്ഥനയൊന്ന് കഴിച്ചളവിൽ കണ്ടു കിടക്കുകയും പുലരപ്പോൾ നോക്കി നടന്ന് സ്ഥലം കാണാം മൈലാഞ്ചിടിയിലെ ചടങ്ങുകൾ ഇതോടുകൂടി അവസാനിച്ചിരിക്കുകയാണ്. പെണ്ണിനെ അവകാശികൾ തിരികെ കൊണ്ടുപോവുകയാണ്. അന്ന് കൊളുത്തിയ രക്തം നൽകി ജീവൻ നൽകി തലമുറ തലമുറ കീടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ശുദ്ധിയിൽ ഇന്നും അധിഷ്ഠിതമായൊരു വംശം ജ്ഞാനായർ ആയൊരു വംശം ജ്ഞാനായർ ഓരുമോ നാമെല്ലാം ഓരുമോ നാമെല്ലാം തന്നത്തിനായി തൂമായും ഉറകായിലമാർ യൂസേഫും തേര് തെളിച്ചൊരു സമുദായം അത് പിന്നിട്ടത് നൂറ്റാണ്ടുകളും പിന്നിട്ടത് നൂറ്റാണ്ടുകളും ഓരുമോ നാമെല്ലാം ഓരുമോ നാമെല്ലാം. ഏഴിലങ്ങളിൽ 72 കുടുംബത്തിൽ നിന്നുള്ളവരി വന്നിറങ്ങി ഭാരത മണ്ണിൽ 400ഓളം പ്രേക്ഷിതരും 400ഓളം പ്രേക്ഷിതരും ഓരുമോ നാമെല്ലാം ഓരുമോ നാമെല്ലാം. 17 പരിശുകളിന്റെ കർത്തൃത്വത്തിനുടമകളിൽ രാജമക്കൾക്ക് അഭിമാനിക്കാൻ 72 പദവികളും 72 പദവികളും ഓരുമോ നാമെല്ലാം. തനിമയിൽ അഭിമാനിച്ചിടാം ഓരുമോ നാമെല്ലാം. 17 പരിശുകളിന്റെ കർത്തൃത്വത്തിനുടമകളിൽ രാജമക്കൾക്ക് അഭിമാനിക്കാൻ 72 പദവികളും 72 പദവികളും ഓരുമോ നാമെല്ലാം ഓരുമോ നാമെല്ലാം. ചേരമരാജൻ നൽകിയ പദവികളെന്നും നമ്മെ ഭവിച്ചിടും. സൂര്യചന്ദ്ര താരക നിരകൾ ഉള്ളൊരു കാലമിതത്രയിലും ഉള്ളൊരു കാലമിതത്രയിലും ഓരുമോ നാമെല്ലാം. തനിമയിൽ അഭിമാനിച്ചിടാം ഓരുമോ നാമെല്ലാം. തറയിൽ ചൂളപ്പറമ്പിൽ കുന്നശ്ശേരി മൂലക്കാട് പട്ടരശ്ശേരി അഭിവക്തർ ഇവർ ജ്ഞാനായർത്തൻ സാരഥികൾ ഇവർ ജ്ഞാനായർത്തൻ സാരഥികൾ ഓരുമോ നാമെല്ലാം. തനിമയിൽ ഓരുമോ നാമെല്ലാം. ലോകമഹാത്ഭുത സിദ്ധികളെല്ലാം കീഴ്പോട്ടായി പോകുന്നേ ജ്ഞാനായർത്തൻ മുമ്പിൽ അത്ഭുതമെല്ലാം നിഷ്പ്രഭമാകുന്നേ എല്ലാം നിഷ്പ്രഭമാകുന്നേ. നാം എല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം ഓരുമോ നാമെല്ലാം തനിമയിൽ അഭിമാനിച്ചിടാം. താങ്ക് യു. നിങ്ങളെല്ലാവരും നല്ല ഓളത്തിൻ്റെ മൂഡിലാണെന്നറിയാം, പക്ഷേ എനിക്കിങ്ങനെ ഒരു അവസരം ഇനി കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പല ഡാൻസ് കളിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് ആദ്യമായിട്ട് എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും വേണ്ടി ഒരു ഡാൻസ് കളിക്കാൻ പോവാണ്. സോ പ്ലീസ് if you don't mind. उंगली पकड़ के फिर से सिखा दे, गोदी उठा लेना माँ, आंचल से मेरा मुंह पोंछ देना, मैला सा लागे जहाँ. आँखें दिखाए मुझे जब जिंदगी, याद मुझे आती है तेरे गुस्से की. डांटा भी तो तूने मुझे फूलों की तरह, क्यों नहीं माँ सारी दुनिया तेरी तरह. मेरा कहा कभी न
को तो डांटेगी ना माँ, तेरी नजर से मुझे देखे ना जहाँ, दुनिया को तो डांटेगी ना माँ। अब तू छुपा ले, पास बुला ले, मन है अकेला यहाँ। उंगली पकड़ के तूने चलना सिखाया था ना, दहलीज ऊंची है ये पार करा दे। बाबा मैं तेरी मलिका, टुकड़ा हूँ तेरे दिल का, एक बार फिर से दहलीज पार करा दे। मुड़ के ना देखो दिलबरो, मुड़ के ना देखो दिलबरो, मुड़ के ना देखो दिलबरो, मुड़ के ना देखो दिलबरो। फसलें जो काटी जाए उगती नहीं है, बेटियां जो ब्याही जाए मुड़ती नहीं है। ऐसी विदाई हो तो, लंबी जुदाई हो तो, दहलीज दर्द की भी पार करा दे। बाबा मैं तेरी मलिका, टुकड़ा हूँ तेरे दिल का, एक बार फिर से दहलीज पार करा दे। मुड़ के ना देखो दिलबरो, मुड़ के ना देखो दिलबरो, मुड़ के ना देखो दिलबरो, मुड़ के ना देखो दिलबरो। ഇന്ന് മുതൽ ഈ മകൻ ഇവർക്ക് വേണ്ടി പാടുന്ന പാട്ടാണ്. അവണി പൊന്നുഞ്ഞാൽ ആടിക്കാം നിന്നെ ഞാൻ, ആയില്യങ്കാവിലെ വെണ്ണിലാവേ. പതിരമുല്ലകൾ താലിപ്പൂ ചോർത്തുമ്പോൾ ചൂടിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. മച്ചകവാതിൽ താനേ തുറന്നു, പിച്ചകപ്പൂമരക്കാറ്റിൽ പറന്നു വന്നല്ലോ നീയൻ പൂത്തുമ്പിയായി. ആവണി പൊന്നു ഞാൻ ആടിക്കാം നിന്നെ ഞാൻ, ആയില്ലങ്കാവിലെ വെണ്ണിലാവേ. പാതിരമുല്ലകൾ താലിപ്പൂ ചാർത്തുമ്പോൾ ചൂടിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ. മച്ചകവാതിൽ താനേ തുറന്നു, പിച്ചകപ്പൂമരക്കാറ്റിൽ പറന്നു വന്നല്ലോ നീയൻ പൂത്തുമ്പിയ. അവണി പൊന്നു ഞാൻ ആടിക്കാം നിന്നെ ഞാൻ, ആയില്ലങ്കാവിലെ വെണ്ണിലാ. ചെറുക്കന് വസ്ത്രം വാങ്ങുന്നതിന് മറ്റുമായി പെണ്ണിൻ്റെ സഹോദരൻ നൽകുന്ന ഒരു തുക കൈമാറുകയാണ്. പോക്കറ്റ് മണി എന്നാണ് നമ്മളിതിനെ വിശേഷിപ്പിക്കുന്നത്. പോക്കറ്റ് മണി പ്രിയമുള്ളവരെ, അതിനുശേഷമുള്ള ചടങ്ങ് നടത്തുകയാണ്. യാത്രപ്പുകല അല്ലെങ്കിൽ വഴിപ്പുകല നൽകുക എന്ന ചടങ്ങാണ് നടത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട അവകാശികൾ അമ്മാച്ചന്മാരാണ്. രണ്ടുപേരുടെയും അമ്മാച്ചന്മാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ ആശു എന്നാണ് എൻ്റെ ശരി പേര്. നിമിഷയുടെ കൂടെ പഠിച്ചതാണ്. ഇപ്പം എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി പോയപ്പോൾ എനിക്കെന്താ ലാലു ഇറങ്ങിക്കോ, ലാലിൻ്റെ ഒരു ആവശ്യമില്ല അവിടെ. താഴെ ഡാൻസ് കളിക്കണം. പക്ഷേ ഞങ്ങൾ പാട്ടുകൾ എൻകറേജ് വേണം.
അപ്പോൾ ഞാൻ ആദ്യമായിട്ട് യൂണിവേഴ്സിറ്റി പോയപ്പോൾ എന്താ പറയുക ഞാൻ ഹോം സിക്ക് ആയിരുന്നു. അപ്പോൾ അന്നേരം എനിക്ക് ആദ്യമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി തന്നത് ഈ പറഞ്ഞ ആളാണ്. അപ്പോൾ എന്നെ വിളിച്ച് കുറെ നിർബന്ധിച്ചു, ചേച്ചി എന്ന് വിളിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഞാൻ അങ്ങനെ വിട്ടുകൊടുത്തില്ല. കാരണം ഒരു 6 മാസം വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു, എന്നാത്തിനാ, നമുക്ക് ആവശ്യമുണ്ട് അതൊക്കെ. അപ്പോൾ നമുക്ക് ഫോർമാലിറ്റി ആവശ്യമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിളിച്ചു, ഉണ്ടാന്ന് വിളിച്ചു. വേറെ ഒന്നുകൊണ്ടല്ല, നല്ല ഉണ്ടക്കണ്ണുണ്ട്, വേറെ ഒന്നുകൊണ്ടല്ല. ഞാൻ നിമിഷേനെ ഫസ്റ്റ് ഇയറിലാണ് മീറ്റ് ചെയ്തത്. ഞങ്ങളെല്ലാവരും ഗ്രൂപ്പായിട്ട് ഇങ്ങനെ കൂട്ടുകൂടിയ സമയങ്ങളൊക്കെ നല്ല രസമായിരുന്നു. ഇപ്പം ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സ്റ്റേജ് കയറിയിട്ടുള്ളൂ. ഞങ്ങളുടെ അവിടെ കൂടെ ടോണി, മാറിൻ, മെറിൻ ഇവരുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. മെറിൻ, സഞ്ജു, ഇങ്ങനെ വരാൻ പറ്റാത്ത വേറെ കുറേ പേരുണ്ട്. വരാൻ പറ്റിയത് ഞങ്ങൾ 5 പേരാണ്. പക്ഷെ കൂടുതൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും പറ്റുന്നവർ വന്നു, ബാക്കിയുള്ളവർ UK-യിലാണ്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ ഒരു ട്രയലാണ്. ഞങ്ങളിതുവരെ ഒരുമിച്ച് ഒരിക്കലും പാടിയിട്ടില്ല. ഞങ്ങൾ പാടുന്നവരുമല്ല. വേൽ മുരുകാ ഹരോ ഹരാ വേലായുധാ ഹരോ ഹരാ. ശൂരം പടയോട് ചമ്പള കൊട്ടിക്കോലം തുള്ളും താളം, വീരൻ പടയോട് പെൺമുടി എട്ടിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ ചൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടി തകിലടി മേളം. ഇത് മാമല മേലെ സൂര്യനെതുക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്നു തേടി വരുന്നൊരു വള്ളിത്തേരാണ്. വെൽമുരുകാരോഹരാഹോ വേലായുധാരോഹരാഹോ, വെൽമുരുകാരോഹരാഹോ വേലായുധാരോഹരാ. ശൂരം പടയോടെ ചമ്പട കൊട്ടിക്കോലം തുള്ളും താളം, വീരം പടയുടെ പൊന്മുടി എട്ടിക്കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ ചൊല്ലിക്കുന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നക്കരയുള്ളവൻ ഇക്കരെ എത്തും തക്കിടി തകിലടി മേളം. ഇത് മാമല മേലെ സൂര്യനിക്കും പുലരിക്കതിരിൻ വെള്ളിത്തേര്, കാടും മലയും പുഴയും കടന്ന് തേടി വരുന്നൊരു വള്ളിത്തേരാണ്. വെൽമുരുകാരോഹരാഹോ വേലായുധാരോഹരാഹോ, വെൽമുരുകാരോഹരാഹോ വേലായുധാരോഹരാ. വടിവേൽ കോർക്കാനല്ലോ തിരുവന്നൂരിൽ വടിവേലൻ വന്നു. ഈ ശൂരപത്മന്റെ ശബരി മടക്കാനല്ലോ സേനാപതിയായി തിരുമുരുകൻ വന്നു. പടിയാറും കയറി ചെന്നാലാം ബലമുണ്ടേ, തേരും തിരയുമുണ്ടേ. മൂക്കില നാക്കില നാരുവിളക്ക്, ചീലത്തിൻ ചിലമ്പുമുണ്ടേ. പഞ്ചി കൊഞ്ചടി കൊഞ്ചടി കൂറുമ്പി വെൽമുരുകാരോഹരാഹോ വേലായുധാരോഹരാ, വെൽമുരുകാരോഹരാഹോ വേലായുധാരോഹരാഹോ, വെൽമുരുകാരോഹരാഹോ വേലായുധാരോഹരാ.
Available on All TV. Available on All TV.